വർഷത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നാളിതുവരെ നാം ചർച്ച ചെയ്തതിൽ ഏറിയ പങ്കും തുറമുഖത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും പ്രാധാന്യവുമായിരുന്നു. കടലും കപ്പലും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഗതിവിഗതികളും. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി ലോക രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പരിശീലിച്ച കേരളത്തിന്റെ ദി ബ്ലൂ എക്കോണമി ആൻഡ് മാരിടൈം മാൻ തിരുവനന്തപുരത്തിന്റെ ആധികാരിക ശബ്ദം നാണു വിശ്വനാഥൻ. 2 പതിറ്റാണ്ടായി വിഴിഞ്ഞം തുറമുഖം നമ്മുടെ ചർച്ചയിലുണ്ട്. ഒരു തുറമുഖം അല്ലെങ്കിൽ ഒരു പോർട്ട് എങ്ങനെയാണ്? വളരെ ബൃഹത്തായ ഒരു സമുദ്ര വ്യാപാരത്തിൻ്റെ ചരിത്രങ്ങൾ ഏറെ പറയാനുള്ളൊരു നാടുമാണ് ഇന്ത്യയും കേരളവും. വലിയ ചരിത്ര പ്രാധാന്യം നമ്മൾക്ക് വ്യാപാര രംഗത്ത് അല്ലെങ്കിൽ സമുദ്ര വ്യാപാര രംഗത്തുണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മൾക്ക് കൃത്യമായി തുറമുഖങ്ങൾ, ഹാർബറുകൾ എന്താണെന്ന് പഠിക്കുവാൻ കൃത്യമായ അവസരങ്ങൾ കിട്ടാതെ പോയി. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളുടെ വിഴിഞ്ഞം തുറമുഖം പോലും തുടങ്ങുവാൻ ഇത്രയധികം താമസിച്ചു പോയത്. വിഴിഞ്ഞം തുറമുഖം തുടങ്ങുവാൻ ഇത്രയധികം താമസിച്ചു പോയത്. എന്താണ് ഒരു തുറമുഖം? ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വള്ളങ്ങൾ, ബോട്ടുകൾ, കപ്പലുകൾ, അതിൻ്റെ വലിയ തരത്തിലുള്ള കപ്പലുകൾ അല്ലെങ്കിൽ വെസൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടും. വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെയും കയറ്റിക്കൊണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഒരു ലോഡിംഗ് പോയിന്റിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഈ വള്ളം, ബോട്ട്, കപ്പൽ ഇവ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ലോഡിങ്ങിൽ നിന്നും വിവിധ തരത്തിലുള്ള കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ഇതിനെ കയറ്റി മറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്. ഈ വരുന്ന വള്ളം അല്ലെ ബോട്ട്, കപ്പൽ ഇത് കൃത്യമായിട്ട് ഒരു ബർത്ത് ചെയ്ത് അതിൽ വരുന്ന കാർഗോ അല്ലെങ്കിൽ കണ്ടെയ്നർ, പാസഞ്ചേഴ്സ് ഇതിനെ പുറത്തേക്ക് ഇറക്കാൻ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതിനുവേണ്ടി കടലിനോട് ചേർന്ന് സ്യൂട്ടബിളായിട്ട് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചില ലൊക്കേഷൻ കിട്ടും. അത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്, ഉദാഹരണത്തിന് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെ ചെറിയ ചെറിയ കാർഗോകളൊക്കെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തുന്ന ആ ആങ്കർ ചെയ്ത് അല്ലെങ്കിൽ വള്ളത്തെയും ബോട്ടിനെയും ഷിപ്പിനെയും അടുപ്പിച്ച് കാർഗോ പുറത്തേക്ക് ഇറക്കുന്ന സ്ഥലത്തെ നാം ഹാർബർ എന്ന് വിളിക്കും. ആ ഹാർബർ പക്ഷെ വലിയ കപ്പലുകളും അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കാർഗോയും ധാരാളം പാസഞ്ചേഴ്സിനെയും കൊണ്ടെല്ലാം വരുമ്പോൾ, ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പാസഞ്ചേഴ്സിനെ എല്ലാം കൊണ്ട് വരുമ്പോൾ ഈ ഫെസിലിറ്റീസ് സഫീഷ്യൻ്റ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഏത് ടൈപ്പ് ഓഫ് കപ്പലുകളാണ് അവിടെ അടുക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം നമ്മളുടെ കൺമുമ്പിൽ തന്നെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം അല്ലെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിന്റെ ആദ്യ പടിയിലെത്തി. എന്താണ് ചെയ്തത്? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വലിയ കപ്പലുകൾക്ക് വരാൻ കഴിയുന്ന വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് 18 തൊട്ട് അതിന്റെ രേഖകൾ പറയുന്നത് 18 തൊട്ട് 24 മീറ്റർ വരെ ഡ്രാഫ്റ്റ് ഉള്ള വലിയ കപ്പലുകൾക്ക് വരാൻ പറ്റുന്ന, അന്താരാഷ്ട്ര കപ്പൽ പാതയോട് അടുത്ത് കിടക്കുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ആ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കപ്പലുകൾക്ക് അതിന് ഒരു തരത്തിലുമുള്ള തിരമാലകളിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കടലിലുണ്ടാകുന്ന ക്ഷോഭങ്ങൾക്കൊന്നും തന്നെ വിധേയമാകാതിരിക്കത്തക്ക തരത്തിൽ പുലിമുട്ട് നിർമ്മിച്ച് വെസൽ ബർത്ത് ചെയ്യാനുള്ള ടെർമിനൽ, അതിനുള്ള യാർഡ് നിർമ്മിച്ച് ആ ടെർമിനലിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് അതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷന്റെ സ്ട്രക്ചറുകൾ ഉണ്ടാക്കി
ആ പോർട്ടിലേക്കുള്ള അല്ലെങ്കിൽ അതിനുവേണ്ട എക്യുപ്മെന്റ്സ്, ഇത്തരത്തിലേക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു പോർട്ട് നിർമ്മാണം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇതാണ് നമുക്കതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി കഴിയുന്നത്. തുറമുഖം വിഴിഞ്ഞത്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണക്കാർ ആരും തുറമുഖം കണ്ടിട്ടില്ല. ഞങ്ങൾക്കായി അതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സാധാരണക്കാരെന്ന് മാത്രമല്ല, ഇപ്പം നമുക്ക് വിഴിഞ്ഞത്ത് തുറമുഖമുണ്ട്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഉണ്ട്, കേരളത്തിലല്ലാതെ 17 നോൺ മേജർ തുറമുഖങ്ങൾ കേരളത്തിലുണ്ട്. ഞാൻ എല്ലാവരും വളരെ ആൻസൈറ്റിയിലിരിക്കുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കുറച്ചു പേർ നേരിട്ട് പോയി കാണാൻ അവസരം കിട്ടി, കുറച്ചു പേർക്ക് തുറമുഖം നമ്മൾ ടെലിവിഷനിലൂടെയും മറ്റ് ഇലക്ട്രോണിക്സ് മീഡിയയിൽ കൂടിയൊക്കെയാണ് കാണാൻ കഴിഞ്ഞത്. എന്താണ് ഒരു തുറമുഖം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? എല്ലാ തുറമുഖത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഒരേ തരത്തിലായിരിക്കണം എന്നില്ല. അത് ഏത് പർപ്പസിലാണോ ആ തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് ആ പർപ്പസിനനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തിൽ, അവിടെയുള്ള ഫെസിലിറ്റീസിൽ, ഡോക്യുമെന്റേഷൻ സെഷനിൽ ഒക്കെ വ്യത്യാസം കാണാം. എന്നാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിരിക്കുന്ന വിഴിഞ്ഞം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന, ഇപ്പോൾ ഒന്നാം സ്റ്റേജായിട്ട് നമ്മൾ കണ്ടെയ്നർ വെസലാണല്ലോ ഇവിടെ വരുന്നത്, അല്ലെ കണ്ടെയ്നറൈസ്ഡ് വെസലാണല്ലോ വരുന്നത്. ഒരു കണ്ടെയ്നറൈസ്ഡ് വെസൽ വരുന്ന ഒരു പോർട്ടിന്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഒരു പക്ഷേങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കുമ്പോഴൊക്കെ വളരെ സഹായകരമായിരിക്കും. ഏതൊരു തുറമുഖത്തിനും നമ്മൾ അതിനൊരു പ്രധാന പ്രവേശന കവാടം അല്ലെങ്കിൽ ഒരു മെയിൻ ഗേറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ വിഴിഞ്ഞത്ത് ചെന്നാലും ഒരു മെയിൻ ഗേറ്റ്, അവിടെ സെക്യൂരിറ്റി സർവീസ് കാണും, അത് ഓട്ടോമേഷൻ കാണും. ചില പോർട്ടുകളിലാണെങ്കിൽ സ്കാനിങ് ഡിവിഷൻ, ഇന്റർനാഷണൽ തലത്തിലേക്കുള്ള പോർട്ടുകളിലെ അതിൻ്റെ സ്കാനിങ് ഡിവിഷൻ, അതിൽ കൂടെ കടന്നു പോകുന്ന കണ്ടെയ്നറുകളും ബാക്കി കണ്ടെയ്നർ നമ്പറുകളെ, ആ ട്രക്കിൻ്റെ നമ്പറുകളെ ഇതെല്ലാം പിന്നെ ഒപ്പിയെടുക്കുന്ന സ്കാൻ ഡിവിഷൻ. എനിവേ അവിടെ ഒരു മെയിൻ ഗേറ്റ് കാണും. ആ മെയിൻ ഗേറ്റിനോട് ചേർന്ന് സാധാരണ പോർട്ടുകളിൽ ഒരു ഡോക്യുമെന്റേഷൻ കം ഒരു സെക്യൂരിറ്റി ഓഫീസ് കാണും. ഈ പറയുന്ന വാഹനം പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഈ പോർട്ടിലേക്ക് വ്യക്തികൾ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ആവശ്യമുണ്ടായാലും അത് എന്തിനാണ് വന്നത്, അതിൻ്റെ പർപ്പസുകളും മറ്റും വിശദീകരിക്കാനും ഡോക്യുമെന്റുകൾ പരിശോധിക്കാനുമായിട്ടുള്ള ഒരു മെയിൻ ഗേറ്റ് കാണും. ഈ മെയിൻ ഗേറ്റിൽ കൂടെ ആയിരിക്കും ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതും ഇതിനകത്തിലേക്ക് അവിടുത്തെ ജോലിക്കാരും മറ്റ് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരെല്ലാം സാധാരണ പോകുന്നതായിരിക്കും. ചുറ്റോടും വലിയ കോമ്പൗണ്ടും അതിൽ കെട്ടി അതിനെ സുരക്ഷിതമാക്കും. വളരെ സേഫ്റ്റി അല്ലെങ്കിൽ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള CSFും ബാക്കിയൊക്കെ മാനേജ് ചെയ്യപ്പെടുന്ന വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പോർട്ട്. കാരണം നിരവധി ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കാർഗോ, മൾട്ടിപ്പിൾ നേച്ചുറൽ ആയിട്ടുള്ള കാർഗോ, കണ്ടെയ്നറുകൾ, വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ, നിങ്ങൾ പലപ്പോഴും പല പോർട്ടിലും ഒക്കെ ഉണ്ടായിട്ടുള്ള എക്സ്പ്ലോഷൻസും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത്ര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഉണ്ടാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പോർട്ട്. പോർട്ടിന്റെ അകത്തേക്ക് നിങ്ങൾ ചെന്നാൽ പോർട്ടിന്റെ ഡിപ്പൻ, അത് കണ്ടെയ്നേഴ്സിന് ഒരു പോർട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. മറ്റ് പോർട്ടുകളെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇവിടെ പോർട്ടിൽ നമ്മൾ കണ്ടെയ്നർ പല സ്ഥലത്തായിട്ട് സ്റ്റാക്ക് ചെയ്യുക. കണ്ടെയ്നർ ഒന്നിന്റെ മുകളിൽ മറ്റൊന്നായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതിനെ കണ്ടെയ്നർ സ്റ്റാക്ക് ചെയ്യുക എന്ന് പറയും. അതിൽ MT യാർഡ് എന്ന് പറയുന്ന MT കണ്ടെയ്നർ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ഇമ്പോർട്ട് കണ്ടെയ്നറും മറ്റും വരുന്ന ഫുൾ യാർഡ് ഉണ്ടായിരിക്കും, എക്സ്പോർട്ട് യാർഡ് ഉണ്ടായിരിക്കും, ജനറൽ കാർഗോയുടെ യാർഡ് ഉണ്ടായിരിക്കും. പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ, ആ പോർട്ട് എങ്ങനെയാണ്, ചിലപ്പോൾ ഡാമേജ് ആയിട്ടുള്ള കണ്ടെയ്നറുകളും ബാക്കിയൊക്കെ ഉണ്ടായിരിക്കും. ഈ കണ്ടെയ്നറിൽ തന്നെ പല തരത്തിലുണ്ട്. ജനറൽ പർപ്പസ് കണ്ടെയ്നർ ഉണ്ട്, റീഫർ കണ്ടെയ്നർ ഉണ്ട്, ഓപ്പൺ ടോപ്പ് കണ്ടെയ്നർ ഉണ്ട്, സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഉണ്ട്, ഫ്ലാറ്റ് ട്രാക്ക് കണ്ടെയ്നർ ഉണ്ട്, ഫ്ലാറ്റ് ട്രാക്ക് കൊളാപ്സിബിൾ കണ്ടെയ്നർ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ തരത്തിലുള്ള കണ്ടെയ്നറുകളുണ്ട്. ഇതിനൊക്കെ പ്രത്യേക യാർഡുകൾ, പ്രത്യേക ഫെസിലിറ്റീസ് അവിടെ കാണാം. ഈ പോർട്ടിലേക്ക് വരുന്ന കണ്ടെയ്നറിന്റെ ഓപ്പറേഷൻസും ബാക്കിയൊക്കെ നോക്കാൻ പ്രത്യേകം അതിന് കണ്ടെയ്നർ കൺട്രോൾ റൂം കാണും. ആ കണ്ടെയ്നർ കൺട്രോൾ റൂമിൽ നിന്നുമാണ് കണ്ടെയ്നർ അകത്തേക്കും പുറത്തേക്കും പോകുന്നതിന്. ഇതൊരു വലിയ ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. അതിന് EIR, എക്യുപ്മെന്റ് ഇന്റർചേഞ്ച് റെസിപ്റ്റ്, ആ EIR മാർക്കെല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ഈ പറയുന്ന കണ്ടെയ്നർ ടെർമിനലായിരിക്കും.
അതുപോലെ തന്നെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പൈലറ്റ് റൂം കാണും, കാരണം വെസലിനെ കൂട്ടിക്കൊണ്ടുവരുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. മൂറിംഗ് റൂം കാണും, ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ തരത്തിലേക്ക് കാണും, സെക്യൂരിറ്റി സ്റ്റാഫിന്റെ പ്രത്യേകത കാണും, ട്രാക്ടേഴ്സ് ബാക്കിയുള്ളതിന് കാണും, ക്രെയിൻ ഓപ്പറേഷൻ കാണും, ഷിപ്പ് ടു ഷോർ ക്രെയിൻ്റെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കാണും ഡിവിഷൻ ഉണ്ട്, ഗാൻട്രി ക്രെയിന്, ഫോർക്ക് ലിഫ്റ്റ്, പിന്നെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ജനറലായിട്ട് വരുന്ന എല്ലാവിധ സർവീസ്, ഫയർ ആൻഡ് സേഫ്റ്റി, റെസ്ക്യൂ, ഇങ്ങനെ ഒരു പോർട്ട് നിരവധി ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഒരു കൺസോൾട്ടേഷനാണ്. അത്തരത്തിലേക്കുള്ള ഒരു കൺസോൾട്ടേഷന്റെ ഒരു പടി വരെയാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്ന് ഇരിക്കുന്നത്. പിന്നെ വാർഫെ, ബർത്തെ, പുലിമുട്ട, ഇതൊക്കെ നിങ്ങൾ എന്നും കേൾക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെയാണ് ഒരു പോർട്ടിന്റെ അടിസ്ഥാന സ്ട്രക്ചർ. ഇനി നിങ്ങൾക്ക് ആ വിഷ്വൽ എടുത്ത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് 2 ഉദ്ഘാടന കർമ്മം നടന്നു. അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? അല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് 3 ഉദ്ഘാടന കർമ്മം എന്ന് പറയാം. ആദ്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യത്തെ സ്റ്റോൺ ഇട്ടത് ഒരു ഉദ്ഘാടന കർമ്മമായിരുന്നു 2015. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറുമൊക്കെ നേതൃത്വത്തിൽ ആ സമയത്താണ് ആദ്യത്തെ പിന്നെ സ്റ്റോൺ ഇടുന്നത്. അത് ആദ്യത്തെ ഉദ്ഘാടനമായിരുന്നു. രണ്ടാമത് നടന്ന ഉദ്ഘാടനം എന്ന് പറയുന്നത്, അതിന് ഉദ്ഘാടനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുമെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പോർട്ട്, അതായത് വിഴിഞ്ഞം എന്ന് പറയുന്ന പോർട്ടിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, പുലിമുട്ട് നിർമ്മാണം കഴിഞ്ഞ് വാർഫ് നിർമ്മിച്ചു കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെസലേല് ഇവിടെ അല്ലെ ഷിപ്പേല് കണ്ടെയ്നറോ കാർഗോയോ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഷിപ്പേൽ വരുന്ന കണ്ടെയ്നറിനെ നമുക്ക് നമ്മളുടെ ടെർമിനലിലേക്ക് എടുത്തു വെക്കണം, അല്ലെങ്കിൽ ഷോറിലേക്ക് എടുത്തു വെക്കണമെങ്കിൽ ഇതിന് വിവിധ തരത്തിലുള്ള പോർട്ട് എക്യുപ്മെന്റ്സ്, മെഷീനറീസ് ആവശ്യമുണ്ട്. ആ മെഷീനറീസിലാണ് അതിന്റെ വിവിധ തരത്തിലേക്ക്, അതിന്റെ ഉപയോഗം അനുസരിച്ച്, അതിന്റെ നേച്ചർ അനുസരിച്ച് അതിലാണ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ, അതാണ് ഒന്ന് കൊണ്ടുവന്നത്. പിന്നെ ഗാൻട്രി ക്രെയിൻ, അതുപോലെ ഇവിടത്തേക്ക് ആവശ്യമായുള്ള സ്ട്രഡേഴ്സ്, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒരു പോർട്ടിന് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാൽ വെസൽ ഓപ്പറേഷൻസ് നടത്തണം എങ്കിൽ അതിന് വിവിധ തരത്തിലുള്ള മെഷീനറീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. ആ എക്യുപ്മെന്റ്സ് ആണ് 1ാം ഘട്ടത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്നെന്ന് പറയുന്നത് അതിനെ വിളിക്കുന്നത് ട്രയൽ റൺ എന്നാണ്. ട്രയൽ റൺ എന്ന് പറയുന്നത് എന്താണ്? പോർട്ട് ഇതേ തരത്തിലെ പുലിമുട്ട് നിർമ്മാണം, വാർഫ്, ബർത്ത്, കണ്ടെയ്നർ ടെർമിനൽ, മെയിൻ ഗേറ്റ്, കണ്ടെയ്നർ കൺട്രോൾ, ട്രാഫിക് സിസ്റ്റം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചു. അപ്പൊ ഇത് നിർമ്മാണം കഴിയുമ്പോൾ ഇവിടത്തേക്ക് എന്തിനാണ് നമ്മളിത് നിർമ്മിച്ചത്? വിവിധ തരത്തിലുള്ള വെസലുകൾ ഈ പോർട്ടിലെത്തും. അപ്പൊ വിവിധ തരത്തിലുള്ള പോർട്ടിൽ വെസൽ എത്തുമ്പോൾ ഈ വെസലിൽ വരുന്ന കണ്ടെയ്നർ നമ്മുടെ പോർട്ടിലേക്ക് കൊടുക്കുകയും ബാക്ക് ടു നമ്മുടെ കണ്ടെയ്നറിൽ നിന്നും പോർട്ടിലേക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഈ സിസ്റ്റം നടക്കണം. ആ സിസ്റ്റം നടക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സ്, അല്ലെ ക്രെയിന്, അല്ലെ ഗാൻട്രി ക്രെയിന്, ഫോർക്ക് ലിഫ്റ്റ്, സ്ട്രഡേഴ്സ്, ഇങ്ങനെ വിവിധ എക്യുപ്മെന്റ്സ്, ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉൾപ്പെടെയുള്ള വിവിധ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നത്. ഈ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് കൃത്യമായി ഈ സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്ന മാതിരി പോർട്ട് ഉടമസ്ഥർ പ്ലാൻ ചെയ്തിരിക്കുന്ന തരത്തിൽ ഈ പറയുന്ന കണ്ടെയ്നർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കണ്ടെയ്നർ കൺട്രോൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതിനുപയോഗിച്ചിരിക്കുന്ന ഡിജിറ്റൽ അൽഗോരിതം എല്ലാം കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യപ്പെടുന്നുണ്ടോ? ട്രാഫിക്കിനെ കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നോ? എത്ര സമയം എടുക്കും ഒരു കണ്ടെയ്നർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ? തിരിച്ചു വേണമെങ്കിൽ ഒരു കണ്ടെയ്നർ ഈ ഷിപ്പിലേക്ക് കൊടുക്കാൻ എത്ര സമയം വേണം? ഒരു വെസൽ വന്ന് അത് ബർത്ത് ചെയ്യാൻ, ആങ്കർ ചെയ്ത് ഈ പറയുന്ന ബർത്ത് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു? ആ വെസലിനെ ഈ ബർത്ത് ആങ്കറിങ്ങിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ പൈലറ്റിന്റെ മൂറിങ്ങിനും ഒക്കെ എത്ര ടൈം എടുക്കുന്നു? റേഡിയോ റൂം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി അതിനുള്ള ഒരു എക്സാമിനേഷൻ. നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി. ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനാവശ്യമായ എക്യുപ്മെന്റ്സും അതിനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഓട്ടോമേഷനും ഒക്കെ നമ്മൾ തയ്യാറാക്കി. അത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ
മറ്റു തരത്തിലുള്ള സാങ്കേതിക പിഴവില്ലാതെ കൃത്യമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ? അതാണ് രണ്ടാമത് നടന്നത്.